എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. सबको परमेश्वर सहायता करे. വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ രാവിലെ വീണ്ടും ഉണരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. बहुत ही खुशी के साथ और आनंद के साथ परमेश्वर ने हमें सुबह उठाया. परमेश्वर का धन्यवाद करते हैं. ദൈവസന്നിധിയിൽ നാം അതിസന്തോഷത്തോടെ ആയിരിക്കുക. हम परमेश्वर की उपस्थिति में बहुत ही आनंदित रूप से बैठे हैं. ദൈവസന്നിധി നമ്മുടെ മുഖം കാണുമ്പോൾ അറിയാം നമ്മൾ ദൈവസന്നിധിയിലാണെന്ന്. हमारा चेहरा, हमारा मुख देख के पता चलना चाहिए कि हम परमेश्वर की उपस्थिति में बैठे हैं. ആനന്ദിപ്പാൻ വകയുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നാമാണ്. आनंद करने वाला एक अगर समूह है तो वो हम है. നമ്മുടെ ഉള്ളിൽ ദൈവം ആനന്ദം കൊണ്ട് നിറച്ചിരിക്കുക. हमारा दिल परमेश्वर ने आनंद से भरा है. ഹല്ലേലൂയ. हालेलुया. വളരെ നല്ല പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. बहुत ही सुंदर गीतों गाकर हम परमेश्वर की आराधना कर रहे थे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. പ്രിയ സഹോദരി ദൈവം ബലപ്പെടുത്തട്ടെ. प्रिय बहन को परमेश्वर सहायता करे. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാവിലെ വീണ്ടും അല്പസമയം ദൈവഭാഗം ആയിരിക്കുന്നല്ലോ. हम मिल करके एक और बार परमेश्वर की उपस्थिति में आए हैं. ബഹുമാന്യരായ ദൈവദാസന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. सारे हमारे आदरणीय दासों का मैं धन्यवाद करता हूँ. തോമസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. मैं पास्टर थॉमसन जी का धन्यवाद करता हूँ. അമ്മ ജോർജ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. हमारे पास्टर जॉर्ज जी का मैं धन्यवाद करते हैं. എല്ലാ സീനിയേഴ്സായ ദേവദാസന്മാർക്ക് ഞാൻ സ്തോത്രം പറയുന്നു. सारे हमारे पिता, आत्मिक पिताओं का मैं धन्यवाद करता हूँ. സഹോദരന്മാരായ ദേവദാസിമാർക്കായി സഹോദരങ്ങൾക്കായി എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. सारे आत्मिक दासियों का मैं धन्यवाद करता हूँ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु हमारी सहायता करे. ഹല്ലേലൂയ. हालेलुया. ആമേൻ ആമേൻ ആമേൻ. ദൈവം നൽകിയ ഒരു ചിന്തയുമായിട്ട് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞങ്ങൾ നിർത്തിയിരിക്കുക. परमेश्वर ने हमें जो एक विषय दिया हम आपके सामने बांटना चाहते हैं. ഞങ്ങൾ റായ്ബറയിൽ സമാധാനത്തോടെ ആയിരിക്കുന്നു. हम रायबरेली में बहुत ही समाधान के साथ हैं. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. आपकी सबकी प्रार्थना के लिए हम धन्यवाद करते हैं. പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നു, പല മീറ്റിങ്ങുകൾ നടത്തുന്നു. കർത്താവ് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ചെയ്യിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നു. हम कई जगह आराधनाओं के लिए, कई जगह प्रार्थनाओं और संगति के लिए हम जा रहे हैं. हमारी तकलीफें हैं, मुसीबत है, लेकिन परमेश्वर हमें चला रहा है. ജോയ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. हम पास्टर जॉय का धन्यवाद करते हैं. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु हमारी सहायता करें. ആമേൻ. ഈ ദിവസങ്ങളിൽ നാം എന്റെ ഉള്ളിൽ ദൈവം നൽകിയ ഒരു ചിന്ത, കഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട് ശരിയാ, പക്ഷെ ഈ കഷ്ടങ്ങളെല്ലാം മാറും. आजकल के दिनों में मेरे दिल में बात चल रही है कि हमारी समस्याएं हमारे साथ है, पर वो समस्याएं जल्द चली जाएंगी. നാം എന്നും ഇങ്ങനെ ഭയപ്പെട്ടിരിക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടോ? हम हमेशा इस तरह डर के बैठे रहिए, हमारी परमेश्वर की इच्छा है क्या? ഈ സ്ഥിതിയെല്ലാം മാറും. ये हमारी परिस्थितियां बदलने वाली है. ഇന്ന് രാവിലെ 5 മണി മുതൽ ഞാനൊരു ബൈബിൾ സ്റ്റഡി ഒരു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിന്. आज सुबह 5 बजे मैं एक बाइबल स्कूल में पढ़ा रहा था. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 400 വർഷത്തെ ഇടകാലം പഠിക്കുമ്പോൾ ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചു. പ്രത്യേകിച്ച് അന്ത്യോക്കസ് എപ്പിഫാനസ് പോലെയുള്ള ആളുകൾ രാജാക്കന്മാരാ. അവർ ഒരുപാട് പീഡകൾ അയച്ചുവിട്ടു. പക്ഷെ നടുവിൽ ദൈവം തന്നെ ജനത്തെ സൂക്ഷിക്കുക. हम अगर इजराइल के चरित्र को देखेंगे तो उसके राजाओं ने उनके बहुत ही परेशानियां डाली, बहुत ही मुसीबतों से परमेश्वर के जनों को तड़पाने की कोशिश किया, पर वो समस्या जल्दी टल गई थी. നമുക്കറിയാം, ഇതുവരെ ലോകത്തിൽ സ്ഥിരമായിട്ടൊരു രാജവംശമോ രാജഭരണമോ നിലനിന്നിട്ടുണ്ടോ? क्या आज तक कोई भी ऐसा राजा था जिसकी राजगद्दी, जिसके जो अधिकार है वो हमेशा के लिए चलता रहा? നമ്മുടെ കർത്താവിന്റെ സിംഹാസനം മാത്രമേ എന്നേക്ക് സ്ഥിരമായിട്ടുള്ളൂ. सिर्फ हमारा राजा है जिसकी सिंहासन अनंत काल के लिए है. എത്ര പേർ വന്നവരെല്ലാം തിരിച്ചു പോയവരാ? न जाने कितने से लोग आए थे, वो सब चले गए वापस. ആമേൻ. യഹൂദ മതത്തിന് വിരോധമായി വിരൽ ചൂണ്ടിയ വാളെടുത്തവരെല്ലാം തകർന്നു, അവസാനിച്ചു. यहूदी समाज के ऊपर, हमारे इजराइल के परमेश्वर के जनों के ऊपर न जाने कितने सारे लोग ने अपने तलवारों को उठाया, उन्होंने अपनी जाल को फंसाया, पर वो सब चले गए. അതിനുശേഷം ദൈവസഭയ്ക്ക് വിരോധമായി എത്രയോ രാജാക്കന്മാർ വിരൽ ചൂണ്ടി അവരെല്ലാം വാളെടുത്തു, അനേകരെ ജയിലിലടച്ചു. പക്ഷെ അവരെല്ലാം രാജവംശം ഡൈനാസ്റ്റി എല്ലാം കഴിഞ്ഞു. പക്ഷെ ദൈവസഭ ഇന്ന് മുമ്പോട്ട് പോകുകയാണ്. कई सारे राजा, उनके राजगद्दियों ने, उनके सामर्थ्यों ने, उनके अधिकार ने हमारे इस पद को छीनने का, हमारे विश्वास को छीनने का प्रयास किया, पर वो सब चले गए. അതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങൾ മാറും.
इसी तरह हमारे आजकल के ये जो परिस्थितियां हैं वो सब बदलने वाली हैं। നമ്മളൊരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് രാവിലെ മനസ്സിലാക്കണം. हमको इन बातों का बोध होना चाहिए कि हम परमेश्वर की बहुत बड़ी बुलाहट के भाग हैं। കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിന്റെ മുഖ്യ ഭാഗമായ ദൈവസഭയുടെ കണ്ണികളാണ് നാം. हम इन बातों का हमें बोध होना चाहिए कि हम परमेश्वर के बहुत ही प्यारे हिस्से का, हमारे परमेश्वर कलीसिया का हिस्से हैं हम। ആമേൻ. നിശ്ചയമായും ആമേൻ, നമ്മൾ വളരെ പ്രാധാന്യമുള്ളവരാണ്. निश्चित रूप से हम बहुत ही महत्वपूर्ण लोग हैं। ആമേൻ. നമ്മുടെ ഭാവി സുന്ദരമാണ്, അനുഗ്രഹീതമാണ് എന്നുള്ള കാര്യം രാവിലെ സന്തോഷത്തോടെ നാം ഗ്രഹിക്കണം. हम इन बातों को स्वीकार करना चाहिए कि हमारा जो भविष्य है बहुत ही स्वर्णीय और उज्जवल है। ഇന്ന് വിരോധം പറയുന്നവരെല്ലാം അതെ അവസാനിക്കും, അവരെല്ലാം മണ്ണിൽ മറയും. आज जो हमारे विरोध कर रहे हैं वो सब मिट्टी में मिल जाएंगे, वो चले जाएंगे। ആമേൻ. നാം ദൈവസഭ ആമേൻ നിരന്തരം നിലനിൽക്കും കർത്താവിന്റെ വരവരെ ഭൂമിയിൽ. हम परमेश्वर कलीसिया हमेशा के लिए, अनंत काल के लिए भूमि पे टिके हुए हैं। സ്വന്തം പറയാമോ? കർത്താവ് സ്വന്തം പറയാമോ? ഹല്ലേലൂയ, हाथों को उठा के परमेश्वर की स्तुति करें। ഹല്ലേലൂയ, हालेलुया। ആമേൻ. എത്ര സന്തോഷമുള്ളവരാ. ഹല്ലേലൂയ. ആരെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനിക്കാത്തൊരു പ്രസ്ഥാനം ഭൂമിയിലുണ്ടെങ്കിൽ ദൈവസഭയാ. ആമെ പകരം വെക്കുവാൻ മറ്റൊന്നുമില്ല. ആമെ അതിന്റെ ഒരു ഭാഗമായി മാറുവാൻ, ഈ സുവിശേഷത്തിന്റെ വക്താവായി മാറുവാൻ, ഈ സുവിശേഷ പ്രാസംഗികനായ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വിശ്വാസിയായത് വിശ്വസിപ്പാൻ ദൈവം നമ്മുടെ ദൈവസഭയുടെ മുഖ്യ കണ്ണിയാക്കി നിർത്തിയല്ലോ. നന്ദിയോടെ പറയാൻ കർത്താവേ. ആമെ ദൈവസഭയുടെ ഭാഗമായി നീ നിർത്തിയല്ലോ. ആമെ നന്ദി കർത്താവേ. ദൈവത്തിന് ദയക്കായി നന്ദി. आमेन। हम कितने आनंदित लोगों के समूह हैं कि परमेश्वर ने हमें चुना है, परमेश्वर ने अपनी सेविकाई के लिए हमें बुलाया है। हम कितने महत्वपूर्ण अपने आप को ऐसा सौभाग्यवान समझे कि हम इतने खुशी और आनंदित समूह का हमको परमेश्वर ने चेहरा और हिस्सा बनाया हुआ है। उस परमेश्वर को हम धन्यवाद करें। റോമാലേഖനത്തിലൊരു വാക്യം ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ അത് നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ട് പഠിച്ചിട്ടുള്ള വാക്യമാണ്, എല്ലാം കാണാപ്പാട് പറഞ്ഞ വാക്യമാണ്. മുഖ്യ വിഷയം അതല്ലെങ്കിലും ആ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെട്ടിരിക്കുന്നത്. അതിന്റെ 8-ാം അധ്യായത്തിലല്ലേ? 8-ാം അധ്യായത്തിൽ रोमियो की पुस्तक में हमारे एक ऐसी बातें लिखी है, मैं पढ़ के जाना चाहूंगा। हम सबको सुपरिचित आया था, हम पढ़ना चाहेंगे। 8-ന്റെ 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം നോക്കിക്കേ. വായിക്കുന്നു അല്ലെ? 8-ന്റെ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 17 എങ്ങനെ വായിക്കുന്നു? നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അടുത്ത ഭാഗം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. रोमियो 8 के 17वें आयत में लिखा हुआ है, और यदि संतान है तो वारिस भी, वरन परमेश्वर के वारिस और मसीह के संगी वारिस हैं। दूसरा भाग ये कहता है कि जब हम उसके साथ दुख उठाएं तो उसके साथ महिमा भी पाएं। उसके साथ महिमा पाए, അവനോട് കൂടെ മഹിമ പായെ. യെസ്, അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, അവനോട് കൂടെ മഹത്വത്തെ ധരിക്കേണ്ടതിന് വേണ്ടി നാം കഷ്ടം അനുഭവിക്കുക. हम इसलिए दुख उठा रहे हैं ताकि उसके साथ हम महिमा पा सके। കഷ്ടത്തിന് ശേഷം എന്തുകൊണ്ട് ഒരു മഹിമയുണ്ട് അല്ലെ? तो मतलब हमारे इस दुख के बाद एक महिमा आने वाला है। കേട്ട് കാണാം. നമ്മൾ ഈ ചില പ്രസംഗങ്ങളിലൊക്കെ ഡോക്സ എന്നൊരു ശബ്ദം, ഡോക്സ അല്ലെ? ഡോക്സ कई सारे हमारे प्रचारों में हमने सुना होगा डॉक्सा नाम का। ചിലർ ഇങ്ങനെ ഒരു നാരയായിട്ട് പറയാറുണ്ട്. എന്താ പറയുന്നത്? ഷെയിമിൽ നിന്ന് ഡോക്സയിലേക്ക്. कई सारे लोग हमारे प्रचारों में बोलते हैं कि शेम से लेकर के डॉक्सा की ओर। എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് മലയാളത്തിൽ? അതിന്റെ നിന്നയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടത്തിൽ നിന്ന് ഡോക്സ മഹത്വത്തിലേക്ക്. इसका मतलब ये है कि हमारी परेशानियों से लेकर के हमारी महिमा तक। യെസ്, ആമേൻ. നമ്മൾ ഈ ഷെയിമിൽ നിന്ന് ഡോക്സയിലേക്ക് നീങ്ങുന്നവരാണ്. हम इस कठिनाइयों से लेकर निकलकर महिमा जाने वाले हैं। ഡോക്സ എന്നാൽ അതിന്റെ ഗ്രീക്ക് വാക്കാണ്, അതിന്റെ അർത്ഥം ഗ്ലോറി എന്നാണ്. डोक्सा एक ग्रीक वर्ड है, उसका असली मतलब है कि महिमा। ആമേൻ. ഇന്ന് ഒരുപക്ഷെ ഒരുപാട് ഷെയിം, ഒരുപാട് നിന്ദകൾ നാം സഹിക്കുന്നു, ശരിയാ? लेकिन आजकल के दिन हम बहुत शेम और बहुत कठिनाई से होकर गुजर रहे हैं। എന്നാൽ ഇപ്പോൾ വായിച്ച വാക്യം നമുക്കറിയാം. 8-ാമത്തെ 17-ാം വാക്യത്തിൽ ആമേൻ നാം കഷ്ടം അനുഭവിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കും. लेकिन ये 17वें आयत में लिखा हुआ है कि हम दुख उठाने के बाद एक महिमा को देखने वाले हैं। ആമേൻ. ഷെയിം നമ്മുടെ മേൽ എന്നേക്കും അധികാരത്തോടെ നിൽക്കുകയില്ല. ये कठिनाइयां, शेम जो है वो हमारे ऊपर जल्दी ज्यादा देर तक अधिकार नहीं रखेंगे। നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഡോക്സയുണ്ട്. हमारा इंतजार करने वाला एक डॉक्सा है। ഒരു വലിയ മഹത്വത്തിന് വേണ്ടി നമ്മൾ വിളിച്ചിരിക്കുകയാണ്. बहुत ही बड़ा बहुत महत्वपूर्ण एक हमको भागी बनाने के लिए परमेश्वर बुलाया है। ഇന്ന്
നാം കാണുന്ന മഹത്വത്തോടിരിക്കുന്ന പലരും ഷെയിമിലേക്ക് മാറും. आज जो हमारे जो लोग आज खुशी जी रहे हैं वो एक न एक दिन कठिनाइयों में जाएंगे. ആമേൻ. എന്നാൽ നമ്മുടെ ഭാവി അതിസുന്ദരമാണ്. നാം വലിയ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. लेकिन हम जो है हमको एक महिमा के लिए बुलाया गया है, हम उसको इस भाग्य होने के लिए हमको बुलाया गया है. രാവിലെ ആമേൻ ശ്രദ്ധയോടെ സന്ദേശം ശ്രദ്ധിക്കുന്നു. कितने लोग आज के दिन इस प्रचार को ध्यान सुन रहे हैं. ആമേൻ. നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറുന്ന ഒരു നാളുണ്ട്. एक समय ऐसा आने वाला है, हमारी कठिनाइयां गुजरने वाली है. ആമേൻ. ഈ സമയങ്ങളെല്ലാം മാറി മറിയും. ये समय जल्दी बदलने वाला है. നിയമങ്ങളെ എഴുതിയവരും കഠിനമാക്കിയവരും ദൈവസഭയെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരും ഇന്നലകളിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയെങ്കിൽ ഇന്നും അത് സംഭവിക്കും. ദൈവസഭയെ തൊടുവാൻ ആർക്കും അധികാരമില്ല. ഹല്ലേലൂയ. ആമേൻ. നാം നിശ്ചയമായും മഹത്വത്തിലേക്ക് നീങ്ങുന്നവരാണ്. ആമേൻ. തേജസ്കരിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധനെ, ദൈവത്തിന്റെ ദാസനെ, ഭയം മാറിപ്പോകട്ടെ എന്ന് രാവിലെ വലിയൊരു മഹത്വം വെളിപ്പെടുവാൻ പോകുന്നു. ഈ ഷെയിം മാറി ഡോക്സ വെളിപ്പെടും. ആമേൻ. ഈ കഷ്ടം മാറി മഹത്വം വെളിപ്പെടും. ആമേൻ. ദൈവത്തിന്റെ മഹത്വത്തെ ധരിപ്പാൻ വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട വിശുദ്ധനെ രാവിലെ നന്ദിയോടെ പറയാൻ കർത്താവ് വെളിപ്പെടുവാൻ പോകുന്ന വലിയ മഹത്വത്തിന്റെ ദിനത്തിനായി സ്തോത്രം. आमेन. अगर नियम बनाने वाले अगर हमारे साथ खड़े होने वाले का हमारा कलीसिया का चरित्र है, तो कलीसिया का चरित्र हमारे साथ आज भी हमारे साथ खड़ा हुआ है. जो हमारा जो वचन है वो अटल वचन हमारे साथ है. परमेश्वर ने हमें जिस कार्य के लिए बोला है हम उसके कार्य के लिए सामर्थ्य है. वो वचन बदलने वाला नहीं है. कभी हमारे विरोधी बदलने वाले हैं, उनके परिस्थितियां जल्द हटने वाली हैं. हमारा शेम डॉक्सा में बदलने वाला है. നിശ്ചയമായും ഈ ദിവസങ്ങളിലെ കഷ്ടങ്ങൾ മാറും. निश्चित रूप से आजकल की कठिनाइयां गुजरने वाली हैं. എന്റെ ഉള്ളിൽ ദൈവം കർത്താവ് നൽകിയ ഒരു സന്ദേശത്തിന്റെ മുഖ്യ ഭാഗത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുകയാണ്. परमेश्वर ने जो एक वचन मेरे दिल में डाला, मैं आपके सामने बांटना चाहूंगा. അതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ആദ്യമായി ചിന്തിച്ചത്. उसका हम लोग आखिरी बार पढ़े थे. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. प्रार्थना पूर्वक हम लोग बैठेंगे. എല്ലാവർക്കും സുപരിചിതമായ ഒരു ചിത്രം നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാം. सबको सुपरिचित एक चित्र है, वो हम सब जानते हैं. जल्दी से उस बातों को पढ़कर हम आगे निकलेंगे. നമ്മുടെ കർത്താവിനെ പീലാത്തോസ് ജനത്തിന്റെ പുരുഷാരത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, കൊല്ലുവാൻ വേണ്ടി, ക്രൂശിപ്പാൻ വേണ്ടി. यीशु मसीह को पिलातुस ने झुंड को दे दिया, लोगों को दे दिया, भीड़ को दे दिया कि यीशु मसीह को क्रूस पर चढ़ाया जाए. നമ്മൾ ആ വിഷയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ്. അറിയാത്തവരാരും നമ്മുടെ മധ്യയില്ല. हम उन बातों को ध्यान से पढ़े हुए हैं, समझने वाले हैं. എല്ലാവരും വേദഭാഗം വായിക്കാമോ? ആ ഭാഗത്ത് നിന്ന് വരാം വേഗത്തിൽ. മർക്കോസ് സുവിശേഷം, എല്ലാ സുവിശേഷനും അവസാന ഭാഗത്തുണ്ടെങ്കിലും മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. हम इस वचन को पढ़ेंगे. मरकुस की 15 अध्याय का 17वां वचन. ആ ഭാഗം എല്ലാവരും ഒന്ന് വേദം തുറന്നാട്ടെ. എല്ലാവരും ചാപ്റ്റർ 15:17. मरकुस की पुस्तक 15 अध्याय का 17वां वचन. ഇവിടെ വായിക്കുന്നു. അതിന്റെ 16-ാം വാക്യത്തിൽ പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. അപ്പോൾ നമുക്കറിയാം തൊട്ട് മുകളിൽ പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബറബ്ബാസിനെ വിട്ടുകൊടുത്തു. അതിന്റെ വേഴ്സ് 15 അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ വായിക്കുന്നു പടയാളികൾ ഒരുമിച്ച് കൂടി. वहां उसके 17वें के 16वें में लिखा हुआ है कि सैनिक उसे किले के भीतर आंगन में ले गए जो प्रिटोरियम कहलाता है और सारी पलटन को बुला लाए. इससे पहले लिखा हुआ है तब पिलातुस ने भीड़ को प्रसन्न करने की इच्छा से बरब्बा को उनके लिए छोड़ दिया और यीशु को कोड़े लगवाकर सौंप दिया कि क्रूस पर चढ़ाएं. ആമേൻ. 17-ാമത്തെ വാക്യം വായിക്കുന്നു. വേഴ്സ് 17 ഇങ്ങനെ വായിക്കുന്നു. അതാണ് നമ്മുടെ വിഷയം. അവനെ രക്താംബരം ധരിപ്പിച്ചു. 17 अध्याय को पढ़ेंगे. उसमें वहां लिखा हुआ है कि तब उन्होंने उसे बैजनी वस्त्र पहनाया. അവനെ രക്താംബരം ധരിപ്പിച്ചു. उससे बैजनी वस्त्र पहनाया. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റഡിയിൽ ഇങ്ങനെ വായിച്ച് പഠിച്ചു വന്നപ്പോൾ വളരെ സങ്കടകരമായി തോന്നിയ, ദുഃഖത്തോടെ ഞാൻ വായിച്ചൊരു വാക്യമാണ് രക്താംബരം ധരിപ്പിച്ചു എന്ന പദം. मैं पिछले दिनों में जब अपना जब बाइबल पढ़ रहा था तो ये वचन पढ़ के मुझे बहुत दुख हुआ कि उसे बैजनी वस्त्र पहनाया गया. അവനെ രക്താംബരം ധരിപ്പിച്ചു. उसे बैजनी वस्त्र पहनाया. ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു. उसको लाल वस्त्र पहनाया. ഓ ആമേൻ. കണ്ടു നിൽക്കുന്ന ഭക്തർക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്ന, ഹൃദയം തകരുന്ന ഒരു കാഴ്ചയാണ്. സൈനികരുടെ ആസ്ഥാനത്ത്, റോമൻ സൈനികരുടെ നടുവിൽ
രക്താംബരം ധരിച്ച് ചുവന്ന വസ്ത്രം ധരിച്ചു നിൽക്കുന്ന നമ്മുടെ കർത്താവ്. हमारा दिल में एक दुख आने वाला एक वो चित्र है कि हम देखते हैं कि यीशु मसीह को अपने सैनिकों के बीच में, वहां विरोधी सैनिकों के बीच में बैजनी वस्त्र पहन करके वो खड़ा हुआ है, തീർത്തും നിന്ദിക്കപ്പെട്ട് चारों तरफ से निंदा किया हुआ एक मनुष्य. മഹത്വത്തെ ധരിച്ച കർത്താവായിരുന്നു, പക്ഷെ എല്ലാം ത്യജിച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ആ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് നിന്മയുടെ ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും ടോപ്പ് ലെവൽ, ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കർത്താവിനെ പീഡിപ്പിക്കുന്ന റോമൻ പടയാളികൾ. महिमा में परमेश्वर था, परमेश्वर का पुत्र था, उसके पास सारा अधिकार था, वो सब छोड़ करके हमारे लिए पृथ्वी पर आकर के निंदा का एक असीम स्तर तक उसके साथ बर्ताव किया गया यहूदी समाज के द्वारा. ശ്രദ്ധിക്കണമേ, നമുക്ക് വേണ്ടി രക്താംബരം ധരിച്ച കർത്താവ്. ध्यान दीजिएगा, हमारे लिए बैजनी वस्त्र पहना हुआ यीशु मसीह. ഹോ, ആ ചിത്രം ഇന്ന് നമ്മുടെ ആത്മിക കണ്ണിലൂടെ അല്പസമയം ഓടി വരട്ടെ. നമുക്ക് വേണ്ടി രക്താംബരം ധരിക്കപ്പെട്ടവൻ. हमें कुछ समय के लिए वो चित्र हमारे आंखों के सामने आने पाए कि यीशु मसीह बैजनी वस्त्र पहने हुए हैं. ചെറിയ ചെറിയ നിന്ദകൾ സഹിക്കുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്ന് പിടയാറുണ്ട് അല്ലേ? छोटा छोटा निंदा हम सहते हैं तो हमारा दिल अंदर से एकदम घबरा जाता है. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചയിലെ ഒരു സഹോദരി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വിവാഹത്തിന് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ मक्कले ആരെയും ക്ഷണിച്ചില്ല. हमारे एक कलीसिया की एक बहन है, वो आगे पिछले हफ्ते हमसे आगे कहा कि पास्टर जी, हमारे परिवार के एक शादी में, विवाह में हमें और हमारे परिवार को नहीं बुलाया. കർത്താവിനെ അറിഞ്ഞ നിമിത്തം ഈ കുടുംബത്തെ അവർ മാറ്റി നിർത്തി. परमेश्वर को जानने के बाद उन्होंने इस परिवार को, इस बहन को भी अलग कर दिया. ഒരുപാട് നിന്ദകൾ സഹിച്ചവരാണ് നാം എല്ലാം, ഇന്നും സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. कई सारी निंदाओं को हम सह करके आते हैं और आ भी रहे हैं. അല്ലെ, ചെറിയ ചെറിയ വിഷയത്തിൽ നമ്മുടെ മനസ്സ് പതറാറുണ്ട്, ശരിയാണോ? हमें छोटे छोटे विषयों में हमारा दिल बिखर जाता है. നമ്മുടെ ഓഫീസിൽ നാം ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ മാറ്റി നിർത്തുന്നു. हम जहाँ काम करते हैं हमें वहाँ अलग कर देते हैं. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നു. हमारे स्कूलों में, हमारे विद्यालयों में हमें अलग कर देते हैं. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവാസികൾ നമുക്ക് വിരോധമായി വിരൽ ചൂണ്ടുന്നു. हमारे समूह में हमारे पड़ोसी हमें अलग नजरों से देखते हैं. ഈ ദൈവനാമ നിമിത്തം നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പതർച്ച സംഭവിക്കാറുണ്ട്. ये सब यीशु मसीह के, इस परमेश्वर के नाम के लिए हम जब सहते हैं तो हमारा दिल एकदम बिखर जाता है. അല്ലെ, പലപ്പോഴും നമ്മൾ എത്രയോ പ്രാവശ്യം കർത്താവേ, അത് എനിക്ക് സഹിക്കാൻ വയ്യ, എന്തുകൊണ്ട് അവൾ അങ്ങനെ സംസാരിച്ചു, അവനങ്ങനെ സംസാരിച്ചു, എന്നോട് അങ്ങനെ ഇടപെട്ടു. അതെ, കർത്താവിന്റെ നാമനിമിത്തമല്ലേ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വേദനിക്കാറുണ്ട്. ये सच्चाई है कि हमारे दिल में कई बार ऐसे मौके आते हैं कि हम सोचते हैं, प्रभु उसने ऐसा क्यों बोला, उसने ऐसा क्यों ऐसे हमारे साथ बर्ताव किया. നമുക്ക് ലഭിക്കേണ്ട പല സ്ഥാനങ്ങളും ലഭിക്കാറില്ല. കാരണം നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, ആമേൻ, കർത്താവിനെ നാം വഹിക്കുന്നതുകൊണ്ടാണ്. हम जो स्थान को पा सकते थे, हमारी जो काबिलियत है, हम उससे पा सकते थे, पर हमारी काबिलियत की वजह से नहीं, बल्कि हमें हमारे विश्वास की वजह से हमें वो तिरस्कार करना पड़ा. സത്യത്തിൽ നാം ഇന്ന് നിന്ന വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. हाँ, सच्चाई में हम ये निंदा को लेकर के चल रहे हैं. അത് നമ്മൾ ചിന്തിച്ച പോലെ, എന്നാൽ ഈ നിന്ദകൾ ആമേൻ മഹത്വത്തിലേക്ക് വഴിമാറും. लेकिन जैसा हम पहले पढ़े कि ये निंदा एक हमारा महिमा में बदलने वाला है. ഈ ഷെയിമെല്ലാം ഡോക്സയായി മാറും. ये शेम हमारा डॉक्सा में बदलने वाला है. നമ്മുടെ കർത്താവിന്റെ ആ നിൽപ്പ് ഇന്ന് രാവിലെ ഒന്ന് കണ്ടാൽ നമ്മുടെ ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല, അല്ലെ? अगर यीशु मसीह के उस खड़े होने के तरीके को हम देखें तो आज का हमारा दुख कुछ भी नहीं है. നമ്മുടെ കണ്ണുകൾ ഇന്ന് രാവിലെ ആ കാഴ്ച കാണുമ്പോൾ കണ്ണുകൾ നിറയട്ടെ. वो आज हमारी आंखें अगर उस चित्र को अगर सोचती है तो हमारी आंखों में आंसू आने चाहिए. നമ്മുടെ കഷ്ടതകളൊന്നും സാരമില്ല എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ആ ചിത്രം ഒന്ന് കണ്ടാൽ മതി. हमारी कठिनाइयां कुछ नहीं है, इन बातों को समझने के लिए हमें इस चित्र को जस्ट सोचना चाहिए. നമ്മുടെ ഉള്ളിൽ നീറുന്ന നിന്നയുടെ വാക്കുകൾ, അവൻ പറഞ്ഞ ആ ദുഃഖത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നീറുന്നുണ്ടല്ലോ, അത് മാറണമെങ്കിൽ രാവിലെ ആ ചിത്രം ഒന്ന് കണ്ടാൽ മതി. अगर हमारे दिल में किसी बात का खेद है, उसने ऐसा क्यों बोला, तो हम बस इस चित्र को अगर अपनी आंखों में डालेंगे, तो आंखों में अगर सोचेंगे तो वो दुख कुछ भी नहीं है. രക്താംബരം ധരിച്ച് റോമൻ പടയാളികളുടെ നടുവിൽ നിൽക്കുന്ന നസ്രയനായ കർത്താവ്, ദൈവത്തിന്റെ പുത്രൻ, हमें बैजनी वस्त्र पहन करके यहूदी सैनिकों के बीच में खड़ा हुआ हमारा यीशु मसीह. ഈ രക്താംബരത്തെ കുറിച്ച് ഞാൻ നന്നായിട്ടൊന്ന് പഠിക്കുകയായിരുന്നു. इस बैजनी वस्त्र के बारे में मैं बहुत ही गहराई से पढ़ रहा था. ഇത് റോയൽ ഡ്രസ് ആണ്.
ये एक अमीर लोगों का एक वस्त्र है। രാജാക്കന്മാർ പ്രഭുക്കന്മാർ എന്നിവർ മാത്രം ധരിക്കുന്ന റോയൽ ഡ്രസ് ആയിരുന്നു രക്താംബരം, ചുവന്ന വസ്ത്രം. एक राजा और अधिकारी लोग पहनने वाले एक वस्त्र है ये बैजनी वस्त्र। ആ സമയത്ത് രക്താംബരം, ആ ചുവന്ന വസ്ത്രം രക്താംബരം വിൽക്കുന്ന സ്ത്രീ, നമുക്ക് ലുദിയ, അവരുടെ വലിയ ബിസിനസ്സുകാരായിരുന്നു. ഏറ്റവും വലിയ വിലയുള്ള വസ്ത്രമായിരുന്നു രക്താംബരം എന്നുള്ളത്. हम जानते हैं कि इन वस्त्रों को बेचने वाले लुदिया जैसे स्त्री लोग बहुत ही अमीर थे। ये बहुत ही बड़े लोग पहनते थे इसे। രാജാക്കന്മാരും പ്രഭുക്കന്മാരും മാത്രം ധരിച്ചിരുന്ന രക്താംബരം एक ऐसा वस्त्र जो सिर्फ राजा लोग पहनते थे। പക്ഷെ ഇവിടെ യേശു കർത്താവിനെ ആ വസ്ത്രം ധരിപ്പിച്ച് നിന്ദിക്കുവാൻ, അപമാനിക്കുവാൻ വേണ്ടി ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. लेकिन यहाँ पे यीशु मसीह की निंदा करने के लिए उससे ये बैजनी वस्त्र पहनाया। തന്നെ ബഹുമാനിക്കാൻ വേണ്ടി അല്ല, ആമേൻ, നീ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് രക്താംബരം ധരിപ്പിച്ച് അവന്റെ മുമ്പിൽ അതെ മുട്ടുമടക്കി ആ കർത്താവിനെ പരിഹസിക്കുന്ന പരിഹാസികളാണ് യേശുവിനെ രക്താംബരം ധരിപ്പിച്ചത്. यीशु मसीह को इसलिए पहनाया गया वो बैजनी वस्त्र की तुम यहूदियों के राजा हो, ये कहकर के उसे निंदा करके वो बैजनी वस्त्र पहनाया। രക്താംബരം ധരിച്ച് തലയിൽ മുൾക്കിരീടം ധരിച്ച കർത്താവിനെയാണ് നാം സേവിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകളും അവമാനങ്ങളും സാരമില്ല എന്ന് രാവിലെ നമുക്ക് എന്നുവാനിടയാകട്ടെ. वो बैजनी वस्त्र और सर पर कांटों का ताज पहने हुए यीशु मसीह की अगर हम आराधना और सेवकाई करते हैं तो आजकल के हमारे दुख कुछ भी नहीं है। രക്താംബരം ധരിച്ചു നിൽക്കുന്ന നസ്രായൻ, बैजनी वस्त्र पहना हुआ नासरी, നമുക്ക് വേണ്ടി രക്താംബരം ധരിച്ചവൻ, हमारे लिए वो लाल वस्त्र पहना हुआ यीशु मसीह, നമുക്ക് വേണ്ടി ആ ഷെയിം ഏറ്റെടുത്ത് ആ അപമാനത്തിന് വസ്ത്രം ധരിച്ചു നിൽക്കുന്ന യേശു കർത്താവിനെയാണ് സുവിശേഷത്തിന്റെ അവസാന അധ്യായങ്ങൾ കാണുന്നതെങ്കിൽ ദൈവത്തിന്റെ സഭയെ രാവിലെ ആമേൻ നന്ദിയോടെ പറയാൻ, കർത്താവേ, ഈ കഷ്ടങ്ങളൊന്നും എനിക്ക് സാരമില്ല, ഹല്ലേലൂയ, ആമേൻ, കഷ്ടങ്ങളെല്ലാം മാറുന്നൊരു ദിനമുണ്ട്. आमीन। वो बैजनी वस्त्र पहना हुआ यीशु मसीह ने हमारे लिए वो शेम को, आमीन, हमारे लिए उस निंदा को ग्रहण कर लिया ताकि हम इन दिनों को देखें। अगर हम आज के दुख से परेशान हैं तो उस चीज को हम अगर सोचेंगे तो हमारी നാം ചെയ്ത സകല പാപത്തിന്റെയും, അതെ, നാം ചെയ്ത സകല അകൃത്യത്തിന്റെയും ഭാരത്തെ വഹിച്ചുകൊണ്ടാണല്ലോ കർത്താവ് രക്താംബരം ധരിച്ചത്. हम किए हुए सारे कर्मों को वजह से ही यीशु मसीह ने उस बैजनी वस्त्र को पहनाया। യേശു കർത്താവിന് രക്താംബരം ധരിച്ച് നിന്ദിക്കുന്ന പടയാളികൾ, हाँ, यीशु मसीह को बैजनी वस्त्र पहनाए हुए वो सैनिक लोग, യെസ്, മരണത്തിന് മുമ്പ് എത്രത്തോളം നിന്ദിക്കാമോ അപമാനിക്കാമോ അത് മുഴുവൻ ചെയ്തു തീർത്ത റോമൻ ഭരണകൂടം. मरने से पहले जितना ज्यादा निंदा कर सके, जितना ज्यादा कठिनाइयां उसको दे सके, उतना प्रयास किए हुए एक झुंड था यहूदी सैनिक लोग। അതിനു മുമ്പ് രക്താംബരം ധരിച്ച് നിന്നവരെല്ലാം അവർ ബഹുമാനത്തോടെയാണ് വന്നിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരാധിച്ചിട്ടുള്ളത്. उससे पहले उसे जितने लोग मिले थे उस सबने उनको आदर किया, उसको बहुमूल्य समझा। എന്നാൽ ഇവിടെ രക്താംബരം ധരിച്ചു നിൽക്കുന്ന കർത്താവിന്റെ തലമേൽ മുൾക്കിയിടം വെച്ച് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അവർ കർത്താവിന് മുമ്പിൽ വന്ദിക്കുന്നു എന്ന് അടുത്ത വാക്യം വായിക്കുന്നു. इसके अगले आयत में लिखा हुआ है कि उसको बैजनी वस्त्र पहनाया, कांटों का मुकुट गूंथ कर उसके सिर पर रखा और यह कहकर उसे नमस्कार करने लगे, हे यहूदियों के राजा नमस्कार। നമുക്കറിയാം ഈ രക്താംബരം ധരിച്ച സമയം ഒരു അല്പസമയത്തേക്കാണെന്നുള്ളത് ശരിയാ, എന്നാൽ ആ സമയം വളരെ കാഠിന്യമേറിയ കഠിനമായ സമയമായിരുന്നു. आमीन। वो बहुत ही चंद समयों के लिए वो बैजनी वस्त्र पहना था, पर वो चंद समय बहुत ही दर्द देने वाला एक समय था। നമുക്കറിയാം അവൻ പൂർണ്ണമായി മഹത്വം ധരിച്ചിരുന്നവൻ, ആമേൻ, ലോകത്തിന്റെ സകല മഹത്വവും ധരിച്ച് അല്ലെങ്കിൽ സ്വർഗീയ മഹിമയിൽ വസിത കർത്താവ് ദൂതന്മാരുടെ നടുവിൽ ആരാധ്യ പുരുഷനായിരുന്നവൻ നമുക്ക് വേണ്ടി ആമേൻ രക്താംബരം ധരിച്ച്, നമുക്കറിയാം, മണ്ഡപത്തിൽ നിൽക്കുന്ന കാഴ്ച രാവിലെ കണ്ടുകൊണ്ട് പറയാൻ, കർത്താവേ, എന്നെ വിശുദ്ധനാക്കുവാൻ, ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റുവാൻ, എന്റെ മേലുള്ള സകല ഷൈമിനെയും നിന്നെയും മാറ്റി എന്നെ മഹിമ ധരിപ്പിക്കുവാൻ, മഹത്വം ധരിപ്പിക്കുവാൻ വേണ്ടി നീ രക്താംബരം ധരിച്ച് നിന്നുവല്ലോ നാഥ, നന്ദി പറയുന്നു കർത്താവേ. आज इस परमेश्वर को देखेंगे, यीशु मसीह को देखेंगे। वो एक समय था वो दूतों के चारों तरफ रहता था, वो सर में विराजमान रहता था, सारा अधिकार उसको मिला था, उस सब में पराक्रमी और महिमा में यीशु मसीह था। वो सब त्याग करके हमारे लिए इस पृथ्वी पर आया,
उस परमेश्वर को, इस यीशु मसीह को धन्यवाद करे। प्रभु, मेरे दुखों के लिए आपने इस बैजनी वस्त्र को पहना और इस आपकी कलीसिया में एक भाग ठहराया। യേശു കർത്താവിനെ നിന്ദിക്കുവാൻ വേണ്ടി റോമൻ പടയാളികളും യഹൂദ മത നേതാക്കളും തമ്മിൽ കൂടിച്ചേർന്ന് ആലോചിച്ച് കർത്താവിനെ അതേ മരണത്തിന് തൊട്ടു മുമ്പ് നിന്നയുടെ ഏറ്റവും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അധികം നിന്ന ചുമത്തി കർത്താവിനെ അതേ മരണത്തിനേൽപ്പിച്ച റോമൻ പടയാളികളെ നാം ഇവിടെ കാണുന്നു. കർത്താവിനെ രക്താംബരം ധരിപ്പിച്ചു നിന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കുകയാ. रोमन सैनिकों मध्यता सब मिलकर के यीशु मसीह को मरने से पहले जितना दुख दर्द दे सके, जितना पीड़ा दे सके, उन्होंने प्रयास अपना पूरा किया. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാവിലെ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും സാരമില്ലല്ലോ. तो आज के दिन जो हम परेशानियां दर्द सहते हैं वो कुछ भी नहीं है. വിരൽ ചൂണ്ടുന്നവിടെ നേരെ ഉള്ളിൽ പല പ്രയാസം വരുമ്പോൾ ആത്മാവിൽ പറയണം, എനിക്ക് ഇവിടെ രക്താംബരം ധരിച്ചവന്റെ പുറകെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. हमारे पीछे जाल डालते हैं, उनसे कहें कि मैं उस परमेश्वर की सेवा करता हूँ जिसके पुत्र ने मेरे लिए बैजनी वस्त्र और कांटों का ताज पहना. നമുക്കറിയാം, സന്തോഷമുള്ള ചിന്ത നമുക്കറിയാം, എത്രയും വേഗം രക്താംബരത്തിന്റെ വസ്ത്രം നീ കർത്താവ് മഹിമയുടെ വസ്ത്രം ധരിച്ചവനാ. हम जानते हैं कि ये यही यीशु मसीह इस बैजनी वस्त्र को उतार करके महिमा में वस्त्र को पहन लिया था. വേഗത്തിൽ കർത്താവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു നമുക്കറിയാം. हम जानते हैं यीशु मसीह अधिवेग से वो महिमा में स्थल में पहुंच गया था. ഈ കഷ്ടങ്ങളുടെ ദിനങ്ങളെല്ലാം വേഗത്തിൽ അവസാനിക്കും. हमें ये कष्ट के दिन जल्दी बीत നാം വലിയ മഹത്വത്തെ ധരിപ്പാൻ പോകുന്നവരാണ്. हम बहुत बड़े महिमा को पहनने वाले हैं. രക്താംബരം ധരിച്ചവർ നോക്കി നിൽക്കെ മഹത്വത്തെ ധരിച്ച കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. बैजनी वस्त्र पहने हुए लोग हम ये देखेंगे कि यीशु मसीह उस महिमा में स्थल में बाद में खड़ा हुआ है. ഹല്ലേലൂയ, हालेलुया. കഷ്ടം മാറുവാനുള്ള സമയമായ ദൈവത്തിന്റെ പൈതലേ, हमारा समय आ गया है कि हमारा कष्ट बदल जाए. ദൈവനാമത്തിന് വേണ്ടി അപമാനിക്കുന്ന വിശുദ്ധനെ രാവിലെ മനസ്സുറച്ചിരിക്കട്ടെ. प्रभु के दास, जो आप हम यीशु मसीह के नाम में जो दर्द सहते हैं, हमारा दिल मजबूत होने पाए. നമുക്ക് വേണ്ടി രക്താംബരം ധരിച്ച കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. जिस परमेश्वर की आराधना करते हैं उसके पुत्र ने हमारे लिए बैजनी वस्त्र पहना. നമ്മുടെ കഷ്ടതകൾ മുഴുവൻ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി രക്താംബരം ധരിച്ച നസറായൻ हमारा दुख दर्द उठा करके हमारे लिए बैजनी वस्त्र पहना हुआ. നാം മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടി കഷ്ടത അനുഭവിക്കണമെന്ന വാക്യം നാം വായിച്ചു കഴിഞ്ഞു. ഓർത്തിരിക്കട്ടെ, നമ്മുടെ കഷ്ടതകളെല്ലാം മാറുന്ന ദിനം അതിവേഗത്തിൽ സംഭവിക്കും. हमने इन वचनों को पढ़ा है, हम इन बातों का बोध होना चाहिए कि वो दिन आने वाला है कि हमारे सारे कष्ट बदलने वाले हैं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എല്ലാ ക്ഷീണവും രാവിലെ മാറിപ്പോകട്ടെ. सारा हमारे अंदर भय निकलने पाए. കർത്താവേ, സ്ഥിതി എങ്ങനെയാവും, എങ്ങോട്ട് നീങ്ങുന്നു, കാര്യങ്ങൾ മോശത്തിലേക്ക് മാറുകയാണോ, അപകടമാണോ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ സന്ദേശം ഉള്ളിൽ നമ്മുടെ യഥാർത്ഥ സ്ഥിതിയെ വെളിപ്പെടുന്നതായിരിക്കട്ടെ. ഈ രക്താംബരത്തെ ദിനങ്ങൾ വേഗത്തിൽ അവസാനിക്കും. മഹത്വം ധരിപ്പാനുള്ള ദിനങ്ങൾ അതിവേഗം കടന്നു വരികയാ. हमारे दिल में कई सारे से सवाल आते हैं कि प्रभु ये खत्म होने वाला है, आगे कैसा रास्ता है, आगे मार्ग सीधा नहीं है, बहुत सारे खतरे हैं, पर हमारा दिल इस बात से मजबूत होने पाए इस वचनों से कि परमेश्वर के पुत्र ने हमारे लिए उस बैजनी वस्त्र को पहन करके उस महिमा में स्थल में बैठा है. സന്തോഷത്തോടെ ആത്മാവിൽ സന്ദേശം ശ്രമിക്കണമേ. എവിടെ രക്താംബരം ധരിപ്പിച്ചു അവിടെ മഹത്വത്തോടെ വെളിപ്പെടുവാൻ പോകുകയാ. जिस स्थान पर आपको उस बैजनी वस्त्र और दर्द दिया है, उसी स्थान पर आप महिमा में कदमों से चलने वाले हैं. യെസ്, എവിടെ അപമാനിച്ചു അവിടെ നാം മാനിക്കപ്പെടുവാൻ പോകുന്നു. जहाँ पे आपकी निंदा की गई वहाँ आप अधिकार रखने वाले हैं. ഹല്ലേലൂയ, हालेलुया. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में. രക്താംബരം കണ്ട് നീ ഭാരപ്പെടേണ്ട. बैजनी वस्त्र देख के आप डरना नहीं. നിന്നുകൊണ്ട് ദിനം അവസാനിക്കാൻ പോകുന്നു. आपकी निंदा के दिन खत्म होने वाले हैं. നിശ്ചയമായി നാം മഹത്വം പ്രാപിക്കാൻ പോകുന്നവരാണ്. से हम महिमा को पाने वाले हैं. ഈ ക്ഷയം മാറി ഡോക്സ വെളിപ്പെടും. शेम बदल कर डॉक्सा बनने वाला है. രക്താംബരം മാറി നാം മഹത്വം ധരിപ്പാൻ പോകുന്നു. बैजनी वस्त्र हटकर महिमा में वस्त्र पहनने वाले. ഹല്ലേലൂയ, हालेलुया. കർത്താവിന്റെ മഹത്വത്തെ ധരിച്ച വിശുദ്ധനെ ലോകത്തെ കഷ്ടങ്ങൾ നോക്കി പറയാം, നീ എത്രത്തോളം രക്താംബരം ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ, ഈ ദിനങ്ങൾക്ക് അവസാനമുണ്ട്. ദൈവസഭ മടങ്ങി വരും. നമ്മുടെ മേൽ അധികാരം എന്നേക്കും രക്താംബരം ധരിപ്പിക്കുക. ലോകത്തിലെ ഒരു സൈനികർക്കും അധികാരമില്ല. ഇതെല്ലാം നീങ്ങി വസ്ത്രത്തെ ഉരിഞ്ഞു മാറ്റിയിട്ട് മഹത്വം ധരിക്കുന്ന ദിനം വേഗത്തിൽ സംഭവിക്കും. നമ്മുടെ യഥാർത്ഥ ഡ്രസ് എന്ന് പറഞ്ഞാൽ അത് നീതിയുടെ വസ്ത്രം എന്നാൽ നമ്മളെ കർത്താവ് ധരിപ്പിച്ച സ്വർഗീയ വേഷമായതിനാൽ ഈ കഷ്ടത്തെ നോക്കി വിളിച്ചു പറയാം, യേശുവിന്റെ നാമത്തിൽ ഈ നിന്ദകൾ വേഗത്തിൽ അവസാനിക്കും. നാം മഹത്വം ധരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ.
हमें महिमा को पहनने वाले और सारे दासों इन बातों का हम समझे कि वो दिन आने वाला है, हमारे सारे कष्ट बदलने वाले हैं, हमारे शेम डॉक्टर बदलने वाला है। वो जो वस्त्र हम जो पहने हुए हैं आज उतार करके वो महिमा का वस्त्र पहनने वाले हैं। हमारे संसार में ऐसा कोई भी अधिकारी नहीं जो हमको वो बैजनी वस्त्र पहना सके। जल्द से जल्द ये उतार कर हम उस महिमा वाले वस्त्र को पहनने वाले हैं। നമുക്കറിയാം വസ്ത്രം ഒരു വലിയ വിഷയമാണ്. വസ്ത്രം നമ്മുടെ സ്റ്റാറ്റസിനെ കാണിക്കുന്നതാണ്. हमें जो हमारे वस्त्र हैं, हमारे जो कपड़े हैं वो बहुत ही महत्वपूर्ण है, हमारे स्तर को दिखाते हैं। യെസ്, മനസ്സിലായല്ലോ. നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന ഡ്രസ്സ്, ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. आप बातों को समझ रहे होंगे कि हम एक व्यक्ति को हम ऐसे समझते हैं कि उन्होंने किस तरह के किस ढंग के कपड़े पहने हैं। എത്ര പേര് രാവിലെ ഈ വിഷയത്തിൽ സന്തോഷിക്കുന്നു? നമ്മൾ ആ മഹത്വത്തിന്റെ വസ്ത്രത്തെ ധരിച്ചവരാണ്. कितने लोग इन बातों को समझ सकते हैं कि हम उस महिमा में वस्त्र को पहने हुए हैं। ആമേൻ. ഈ ഷെയിം അല്ലെങ്കിൽ രക്താംബരം ധരിപ്പിക്കുവാൻ ലോകം ശ്രമിക്കുന്നു. പക്ഷേ നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം നീതിയുടെ വസ്ത്രമാണ്. वो संसार हमें बैजनी वस्त्र पहनाने की कोशिश कर रहा है, पर हम वो महिमा में वस्त्र पहले से पहने हुए हैं। ആമേൻ. നമ്മൾ മഹിമയുടെ മഹത്വത്തിന്റെ വസ്ത്രത്തെ ധരിച്ചവർ. हम महिमा के महत्व के वस्त्र को पहने हुए हैं। ആമേൻ. രക്താംബരം ധരിപ്പിച്ച നിമിഷങ്ങൾ വേഗത്തിൽ അവസാനിക്കും. हमें जो बैजनी वस्त्र पहने हुए जो समय है वो समय जल्द बदलने वाला है। ആമേൻ. ഓ, നമ്മുടെ മേൽ മുൾക്കിരീടം വെച്ചവർ, ആമേൻ, അതിവേഗത്തിൽ നാം മഹത്വത്തിന്റെ കിരീടം അണിഞ്ഞത് അവർ കാണും. हमें जो कांटों का मुकुट जिन्होंने पहनाया था वही लोग हमें वो महिमा में ताज पहने हुए देखेंगे। നിശ്ചയമായും ആ ദിനങ്ങൾ വേഗത്തിൽ സംഭവിക്കും. निश्चित रूप से वो समय आने वाला है। ഹൃദയം നിറഞ്ഞ് രാവിലെ നന്ദി പറയണം കർത്താവിനോട്. हमारा दिल धन्यवाद से भरने पाया। റോമാലേഖനം 8 വായിച്ചു. ആമേ, കഷ്ടത സഹിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ സഭ. हमने वचन पढ़ा रोमियो में कि हमारे दुख को झेलने के बाद उस महिमा के मार्ग से गुजरने वाली है परमेश्वर की कलीसिया। ഈ കഷ്ടതയുടെ ദിനങ്ങൾ വേഗത്തിൽ അവസാനിച്ച് നാം ആ വലിയ മഹത്വമുള്ള ഡോക്സയെ നമ്മൾ എന്ത് ചെയ്യും? അതെ, നമ്മൾ धरिकुवान പോവുകയാ. मैंने इस शेम को, इस दुख के दर्द के मार्ग से गुजर करके हमें उस महिमा में स्थान को प्रवेश करना है. രക്താംബരം എന്നേക്കും ധരിപ്പാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആമേൻ മഹത്വത്തോടെ അതിന്റെ പൂർണ്ണ അർത്ഥത്തോടെ നാം എന്ത് ചെയ്യാൻ പോകുകയാ? ധരിപ്പാൻ പോകുകയാ. जो महिमा में जो वस्त्र है उससे हम पूर्ण रीति से ग्रहण करके उसको पहन करके चलने वाले हैं. കർത്താവിനെ വിരോധികൾ, സൈനികർ അവർ അപമാനിക്കുവാൻ വേണ്ടി ധരിപ്പിച്ചെങ്കിലും സത്യത്തിൽ ആമേ രക്താംബരം ധരിപ്പാൻ അധികാരമുള്ളവൻ കർത്താവ് തന്നെയായിരുന്നു. अगर यहूदी सैनिकों ने उससे सिर्फ निंदा करने के लिए पहनाया था वो बैजनी वस्त्र, लेकिन अधिकार जो बैजनी वस्त्र पहनने का है सिर्फ यीशु मसीह को है. അവർ അറിയാതെ ചെയ്ത ആമേ വലിയ കാര്യം നമുക്കറിയാം. കർത്താവ് മാത്രമേ ആ വസ്ത്രം ധരിപ്പാൻ അധികാരമുള്ളവൻ അന്നുണ്ടായിരുന്നുള്ളൂ. उन्होंने जानबूझ के नहीं किया था, लेकिन हम जानते हैं वो उस वस्त्र का अधिकारी सिर्फ यीशु मसीह ही है. രാവിലെ നന്ദിയോടെ പറയാൻ, കർത്താവേ, നീ എനിക്ക് ഒരു രക്താംബരം ധരിച്ച് മുന്നിൽ നടന്നവനാണ്. आज दिन प्रभु को धन्यवाद करें. प्रभु यीशु मसीह आप मेरे लिए बैजनी वस्त्र पहनकर आगे बढ़ने वाले. നിന്നയുടെ വസ്ത്രം ധരിച്ച് യാത്ര ചെയ്ത കർത്താവിന്റെ പുറകിലാണ് നാം 2026 യാത്ര ചെയ്യുന്നത്. हम निंदा के मार्ग से चलने वाले यीशु मसीह की हम आराधना करते हैं. രാവിലെ കഷ്ടങ്ങളെ നോക്കി പറയാം, യേശുവിന്റെ നാമത്തിൽ മഹത്വമായി വെളിപ്പെടുവാൻ പോകുകയാ. हमें आज के दिन कष्टों को बोल के देखें कि हमारे कष्ट जल्द बदलने वाले हैं. നിശ്ചയമായും ദിനങ്ങൾ അവസാനിക്കും വേഗത്തിൽ. इस रूप से ये दिन खत्म होने वाले हैं. हमें കഷ്ടത മാറി മഹത്വം വെളിപ്പെടും. ये कष्ट हट करके एक महिमा बनने वाला है. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ കഷ്ടത മാറി മഹത്വം വെളിപ്പെടും. मैं फिर से कहना चाहूंगा कि ये कष्ट हट कर महिमा बनने वाले हैं. രാവിലെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആവർത്തിച്ച് പറയാമോ? കഷ്ടത മാറി മഹത്വം വെളിപ്പെടും. हमें आज जहाँ बैठे हैं आज इन बातों को बोले हम कि हमारे कष्ट जो है वो महिमा में बदलने वाले हैं. വേഗത്തിൽ സംഭവിക്കും. जल्द ही बदलने वाले हैं. ആമേൻ. രക്താംബരത്തിന്റെ ദിനങ്ങൾ, ഈ നിന്ദയുടെ ദിനങ്ങൾ വേഗത്തിൽ അവസാനിക്കും. मैंने जो निंदा के दिन है वो जल्दी खत्म होने वाले हैं. മഹത്വത്തെ ധരിച്ചവനായി നമ്മുടെ കർത്താവ് വെളിപ്പെടുവാൻ പോകുന്നു. हमारे यीशु मसीह महिमा में वस्त्र पहनकर आने वाला है. നാം നമ്മുടെ കണ്ണുകൊണ്ട് ദർശിക്കും. हम इन आंखों से उन दर्शनों को देखेंगे. ആ മഹത്വം നാം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. उस महिमा में चित्र को, उस दृश्य को हम अपनी आंखों से देखेंगे. ഹല്ലേലൂയ. हालेलूया. എത്ര പേരുടെ ഉള്ളിൽ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു? कितने लोग का दिल आनंद से भर रहा है. ആമേ. ഒരു ഭാഗത്ത് കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ട്, വെല്ലുവിളിക്കുന്നവരുണ്ട്.
അവസാനിപ്പിക്കുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നാം ആത്മാവിൽ നമ്മുടെ ഭാവിയെ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, നാം ഡോക്സ ധരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, മഹത്വം ധരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. हमें एक तरफ निंदा करने वाले हैं, एक तरफ दुख देने वाले, हमारे भविष्य को खुद निर्णय लेने वाले लोग हम एक तरफ खड़े हुए, लेकिन हम इन बातों को जानते हैं कि वो दिन आने वाला है कि हम डॉक्सा को पहन करके हम निकलने वाले ആ हैं। ഗ്ലോറിയെ ധരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. उस महिमा को पहनने वाले हम हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഞങ്ങൾ മനസ്സിലാക്കുന്നു. मेरे डिवाइस में थोड़ा नेटवर्क इश्यू को मैं समझता हूँ। എന്റെ ശബ്ദം നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. मेरी आवाज आ रही, मैं विश्वास करता हूँ। കഥ നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഇന്ന് രാവിലെ ആരെല്ലാം പറഞ്ഞാലും നീ രക്താംബരം ധരിച്ച് ഇങ്ങനെ ക്ഷയമായി നീ ജീവിക്കേണ്ടി വരുമെന്ന് ആരെല്ലാം വിളിച്ചു പറഞ്ഞാലും ഇന്ന് രാവിലെ സന്ദേശം നമുക്ക് ഉള്ളിൽ വലിയ ഊർജം പകരട്ടെ. ഇല്ല, യഥാർത്ഥ അർത്ഥത്തോടെ നാം രക്താംബരം ധരിക്കുന്നവരായിരിക്കും. लोग हमें ये निंदा करके वो बैजनी वस्त्र पहनाते हैं, लेकिन हम जानते हैं कि नहीं, हमें इन बातों का बोध है। इन बातों का बोध ये है कि वो अधिकार सिर्फ यीशु मसीह को है, वो वस्त्र हम ही पहनने वाले हैं। ധരിപ്പാൻ യോഗ്യത ഉണ്ടെങ്കിൽ നാം തന്നെയാ उस वस्त्र को पहनने के लिए योग्य सिर्फ हम ही है। ദൈവമേ, ഈ കഷ്ടതകളെല്ലാം മാറും. प्रभु के दासो, ये कष्ट बदलने वाला है। ഗ്രാമക്കാർ നിന്നെ നിന്ദിച്ച് പുറന്തള്ളുകയാണോ? गांव वाले तुम्हें निंदा करके बाहर निकाल रहे हैं क्या? എന്റെ ഒരു അധ്യാപകനുണ്ട്, ചിലർ കേട്ട് അദ്ദേഹത്തെ കുറിച്ച് പരിചയമുള്ളതായിരിക്കും, പാസ്റ്റർ കെ എം മാത്യു. हमारे एक अध्यापक हैं, कुछ लोग जानते होंगे, पास्टर के एम मैथ्यू। അടൂരിൽ ഏഴംകുളത്ത് എവരിവൺ ക്രൂസൈഡ് എന്ന ബൈബിൾ സ്കൂളിന്റെ അദ്ദേഹം ഡയറക്ടർ ആയിരുന്നു. ഞാൻ 96-കളിൽ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. अडूर में एक जगह में ഏഴംകുളം एरंगुलम नाम की एक जगह में यीशु परमेश्वर की सेविकाई में है। वो एवरीवन क्रूसेड नाम के एक संस्था के वो डायरेक्टर थे। अभी ഇപ്പോൾ അദ്ദേഹം കർത്താവിൽ വിശ്രമിക്കുക, അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുന്നു. वो आज के दिन परमेश्वर के स्वर्ग में चले गए हैं, वो आज दुनिया में नहीं है। കെ എം മാത്യു, ചിലർ അറിയായിരിക്കും അദ്ദേഹത്തെ കുറിച്ച്. के एम मैथ्यू पास्टर जी का नाम है, कुछ लोग जानते होंगे। അദ്ദേഹം നേവിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. वो एक नेवी में एक सैनिक थे। അദ്ദേഹം യേശു കർത്താവിനെ അറിഞ്ഞ നിമിത്തം ഒരുപാട് പീഡകൾ സഹിച്ചു. वो यीशु मसीह के नाम को पहचानने के बाद बहुत ही पीड़ा सहे। ഒരു സമയത്ത് അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനായി അദ്ദേഹം വളരെ മാനിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തെ വ്യക്തിയായിരുന്നു ഡോക്ടർ കെ എം മാത്യു. एक समय ऐसा है कि वो नेवी में एक ऐसे स्तर पर पहुंच चुके थे, बहुत ही आदर वाला एक स्तर था, बहुत ही महत्वपूर्ण एक उच्च स्तर था। എന്നാൽ കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും അദ്ദേഹത്തെ വിരോധമായി മാറി. लेकिन यीशु मसीह के नाम को पहचानने के कारण सब लोग उनकी निंदा करते थे। അദ്ദേഹത്തെ ചെയ്യാതിരുന്ന കുറ്റനിമിത്തം അദ്ദേഹത്തെ കുറ്റവാളിയാക്കി മാറ്റി. जो कार्य उन्होंने नहीं किया था वो उन पर करने का इल्जाम लोग लगाते थे। വിശുദ്ധ വേദപുസ്തകത്തിൽ സത്യങ്ങൾ നിമിത്തം തനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. यीशु मसीह के नाम के इस वचन के चलते उनको जेल जाना पड़ा। ആമേൻ. ജയിലിന്റെ അഴികൾക്കുള്ളിൽ താൻ മുഴങ്കാൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. उन जेलों के जमीनों में वो घुटने टेक करके यीशु मसीह को विलाप करते थे। തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ, അന്ന് തന്റെ കീഴിലിരുന്നവർ പിന്നീട് തലകുലുക്കി തന്നെ നിന്ദിച്ച ദിനങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്റെ സാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. वो हमारे अपने गवाही में इन बातों को बोलते थे कि जितने लोग उनके नीचे थे, एक समय ऐसा है कि वो उनकी निंदा करने लगे। ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെട്ടവരാ ജയിലിന്റെ ഉള്ളിൽ താൻ കിടന്നുകൊണ്ട് ദൈവം പാകെ നിലവിളിച്ച സമയങ്ങളുണ്ട്. एक ऐसा समय उनकी जिंदगी में आया कि वो जेल की दीवारों के पीछे वो अपने घुटनों में टेक करके रो रहे थे। പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിൽ നൽകിയ ചിന്തകളുണ്ട്. ആമേൻ. എപ്പോഴും എന്റെ ഉള്ളിൽ തിങ്ങി നിറയുന്ന വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, ആമേൻ, ഈ കഷ്ടത മാറി ഞാൻ മഹത്വം ധരിക്കും. आमीन। उन्होंने अपनी गवाही में इन बातों को बोला कि आज भी मेरे दिल में वो शब्द हैं कि उनसे पवित्र आत्मा ने कहा कि ये कष्ट बदल के महिमा के दिन आने वाले हैं। അന്ന് താൻ അവിടെ നിന്ന് എഴുതിയ ഒരുപാട് പാട്ടുകൾ, ജയിലിൽ കിടന്ന് എഴുതിയ ഒരുപാട് പാട്ടുകൾ നാം ഇന്ന് പാടാറുണ്ട്. आज उनके जेल में लिखे हुए कई सारे गाने आज हम गाते हैं। കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ എന്നുള്ള ഗാനം അദ്ദേഹം അന്ന് ജയിലിൽ കിടന്ന് എഴുതിയ പാട്ടാണ്. एक ऐसा गाना है जो हम सब गाते हैं, वो आज भी हमारे बीच में चर्चे में है। കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ എന്ന് തുടങ്ങിയ പല പല ഗീതങ്ങൾ, പല പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. कन्नूनीर मारी करके एक गाना है, वो हम सब जानते हैं। ऐसे कई सारे गाने हैं जो हम आज भी गाते हैं। തന്നെ ഒരു സമയത്ത് ബഹുമാനിച്ചിരുന്നവർ ക്രൂശിന്റെ അല്ലെങ്കിൽ കർത്താവിന് വചന നിമിത്തം നിന്ദിച്ച ഒരുപാട് നാളും അദ്ദേഹം അനുഭവിച്ചു. कई सारे ऐसे समय आए, कई सारे ऐसे पल आए जिनको निंदा के चरम सीमा पहुंचकर बहुत ही पीड़ा सहे थे.
കെ മാത്യു സാറിനെ പോലെയുള്ള എത്രയോ വിശുദ്ധന്മാർ ഈ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവരാണ്. लेकिन न जाने कितने सारे ऐसे लोग हैं प्रभु के दास है के मैथ्यू पास्टर जी के जैसे कि परमेश्वर के नाम की निंदा सहे। അദ്ദേഹം ഇന്ന് ദൈവത്തിന്റെ മഹത്വത്തിൽ വിശ്രമിക്കുകയാണ്. वो आज वो परमेश्वर की महिमा में है। ഒരു നാൾ കർത്താവിന്റെ ദിനത്തിൽ നാം അദ്ദേഹത്തെ കാണും. हम निश्चित रूप से एक दिन उन्हें देखेंगे। ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകക്കാർ നിന്ദിച്ചെങ്കിൽ ഒരു ദിവസം നമ്മുടെ നിന്ന ഡോക്സയായി വെളിപ്പെടും. हम इन बातों को समझे कि अगर संसार वाले हमें निंदा करे तो हमारा निंदा वो डॉक्स में बदलने वाला है। കുടുംബക്കാർ നിന്ദിക്കുന്നു, കൂടെ ജോലി ചെയ്തവർ നിന്ദിക്കുന്നു, തന്റെ കീഴിൽ ജോലി ചെയ്ത് തന്നെ നിന്ദിച്ചു. പക്ഷേ ആമേൻ, ദൈവനാമത്തിന് വേണ്ടി നിലനിന്ന് ദീർഘവർഷങ്ങൾ ദൈവനാമത്തിന് അധ്വാനിച്ച് ഒരുപാട് ദൈവദാസന്മാരെ ദൈവാലിക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് അദ്ദേഹം ദൈവസ്ഥലം വിശ്രമിക്കാൻ വേണ്ടി കടന്നുപോയത്. हमें उनके परिवार ने उनका साथ नहीं दिया, उनके साथियों ने उनकी निंदा की, उनके जो जूनियर्स थे, इनके जो नीचे आते उन्होंने सब ने उनकी निंदा की। लेकिन वो कई ऐसे वर्ष उन्होंने अपने परमेश्वर की सेवकाई में बिताए और कई सारे पासवानों को परमेश्वर के सेवकाई के लिए उत्पन्न किया। എവരിവൺ ക്രൂസൈഡ് എന്ന ഒരു വലിയ ആത്മീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം താൻ വഹിച്ചു, താൻ സ്ഥാപിച്ചു. ഇന്ന് അനേകർ ദൈവത്തിന്റെ വേല ആ പ്രസ്ഥാനവുമായി ചേർന്ന് ചെയ്യുന്നു. एवरीवन क्रूसेड नाम की संस्था को उन्होंने स्थापित किया और कई सारे ऐसे कलीसिया और परमेश्वर के दास हैं जो इस संस्था जुड़ के परमेश्वर की सेवकाई को बढ़ा रहे हैं। ഓർക്കുക, നമ്മുടെ നിന്ന മാറി ആമേൻ മഹത്വം വെളിപ്പെടും. हमें इन बातों को समझे कि हमारी निंदा बदल के महिमा बदलने वाली നിന്നെ है। രക്താംബരം നിന്ദിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ധരിപ്പിച്ചവർ നിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. जितने लोगों ने तुमको बैजनी वस्त्र निंदा में पहनाया था वो सब तुम्हारे सामने घुटने टेकेंगे। ഈ വിശുദ്ധ വേദപുസ്തകം നിമിത്തം നീ നിന്ന സഹിക്കുകയാണോ? നിന്റെ നിന്ദകൾ മാറി നീ മാനിക്കപ്പെടുന്ന ദിനം വേഗത്തിൽ സംഭവിക്കും. अगर इस पवित्र शास्त्र के लिए आप निंदा सहते हो तो आपकी ये निंदा जल्द ही महिमा में बदलने वाली है। ആമേൻ. നമ്മുടെ കഷ്ടത മാറി നാം തേജസ്സിനെ ധരിപ്പാൻ വേഗത്തിൽ ആമേൻ നാം വിളിക്കപ്പെട്ടവരാണ്. ആ ദിനം വേഗത്തിൽ സംഭവിക്കും. हम इस कष्ट को चल करके बीत करके उस तेजस में समय में जाने वाले हैं। നമുക്ക് വേണ്ടി രക്താംബരം ധരിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവ്. हमारे लिए बैजनी वो वस्त्र निंदा में पहना हुआ यीशु मसीह। ആമേൻ. നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവ്. हमारे लिए कांटों का ताज पहना हुआ यीशु ആ मसीह। കർത്താവ് നോക്കി പറയാൻ, കർത്താവേ നന്ദി പറയുന്നു, കർത്താവേ നീ എന്നെ നാമത്തിൽ വിളിച്ചുവല്ലോ. प्रभु को देख करके प्रभु को धन्यवाद करे, प्रभु तेरे नाम के लिए मुझे बुलाया, धन्यवाद। അപ്പോസ്തലർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, പത്രോസ് പറയുന്നു, നിന്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ വേണ്ടി നീ ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ. प्रभु प्रेरितों की पुस्तक में 4थे अध्याय में पौलुस कहता है, प्रभु आपकी सेवकाई में आपके नाम के लिए मुझे निंदा और अपमान सहने के लिए इस योग्य ठहरा, धन्यवाद। ആമേൻ. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ദൈവനാമത്തിന് വേണ്ടി അപമാനം ഏൽക്കുവാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടുവല്ലോ. हमें इस बात का परमेश्वर को धन्यवाद करे कि प्रभु आपके नाम के लिए मुझे अपमान सहना ഈ पड़ रहा है। കഷ്ടത മാറി മഹത്വം വെളിപ്പെടും. ये कष्ट हट करके महिमा बदलने वाली है। നിന്ദകൾ മാറി ഡോക്സ വെളിപ്പെടും. निंदा बदल के डॉक्सा बनने वाली है। യഥാർത്ഥത്തിൽ നാം രക്താംബരം ധരിപ്പാനായി വിളിക്കപ്പെട്ടവർ. हम सच में उस बैजनी वस्त्र को पहनने के योग्य बनने वाले हैं। ആമേൻ. നമ്മൾ റോയൽ ആമേൻ ഡ്രസ് ധരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ നാം. उस शाही वस्त्र को पहनने वाले हैं हम। ആമേൻ. നമ്മുടെ മനസ്സുറച്ചിരിക്കട്ടെ. हमारा दिल स्थिर रहने पाए, നമ്മുടെ ആമേൻ എല്ലാ ഭാരങ്ങളും മാറട്ടെ. हमारे दिल के भार सब हटने पाए। ആമേൻ. നിശ്ചയമായും കഷ്ടത മാറി തേജസ് വെളിപ്പെടും. निश्चित रूप से हमारे कष्ट हट के तेजस बदलने वाले हैं। ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. इन वचनों से प्रभु आप പ്രാർത്ഥിക്കാം. आपस में प्रार्थना में याद रखें। പ്രാർത്ഥന പോരാടാം. हम मिलकर के प्रार्थना करेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. प्रभु आपको